TIFRന്റെ ബാംഗ്ലൂർ സെൻറ്റർ ആയിട്ടുള്ള ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ തിയറിറ്റിക്കൽ സയൻസസിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹം നാട്ടിലാണ് പഠിച്ചത്, സ്കൂളിംഗ് നാട്ടിലെ പെരിന്തൽമണ്ണ ഇരലൈൻ സ്കൂളിൽ. അതിനുശേഷം കല്ലടി മണ്ണാർക്കാട് MES കല്ലടി കോളേജിൽ നിന്ന് BSc ഫിസിക്സിലും, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സിനും ശേഷം മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്രാവിറ്റേഷണൽ ഫിസിക്സ് അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് PhD, അതിനുശേഷം കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരു ദീർഘമായിട്ടുള്ള പോസ്റ്റ് ഡോക്ടറൽ റിസർച്ച്. അന്നാണ് അദ്ദേഹം പ്രസിദ്ധരായിട്ടുള്ള പല ശാസ്ത്രജ്ഞരെയും കൂടിയും ലൈക്ക് കിപ് തോൺ തുടങ്ങിയ 2017 നോബൽ പ്രൈസ് അത് കിട്ടിയത് ഈ ലിഗോ എന്ന് പറഞ്ഞ എക്സ്പെരിമെൻറ്റിൻ്റെ ഭാഗവാക്കായതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഗുരുത്വാകർഷണ തരംഗങ്ങളുടെ പ്രൂഫിനാണ്. അതിൽ ഒരു വലിയ പങ്ക് വഹിച്ച അജിത്ത് പല ബ്രേക്ക് ത്രൂ വർക്കുകളും ചെയ്തിട്ടുണ്ട്. 2016 ഫിസിക്കൽ റിവ്യൂ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ ഗവേഷണ പ്രബന്ധത്തിൽ വന്ന ഒരു വലിയ ശാസ്ത്രനിരകളിൽ ഒരാളായിരുന്നു അജിത്ത്. അത് ലിഗോൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൂഫായി ചെയ്തു. മറ്റു പല ശാസ്ത്രശാഖകൾക്കും ഇത്തരം ആ എക്സ്പെരിമെൻറ്റിൽ നിന്നും തിയറിയിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച്, ആ എക്സ്പെരിമെൻറ്റുകളെക്കുറിച്ചും അതിന് വളരെ ശാസ്ത്രത്തെ സഹായിച്ച ഒരു പ്രപഞ്ച സൃഷ്ടിയായിട്ടുള്ള തമോഗർത്തങ്ങളെക്കുറിച്ചും കൂടുതൽ കേൾക്കാൻ വേണ്ടി ഞാൻ അജിത്തിനെ ക്ഷണിക്കുന്നു. അജിത്ത്, പ്ലീസ്. താങ്ക് യു നാരായണൻ. എല്ലാവർക്കും നമസ്കാരം. ആൻഡ് താങ്ക് യു നാരായണൻ ഫോർ ദ വെരി കൈൻഡ് ഇൻട്രൊഡക്ഷൻ. ഇങ്ങനെ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ഡൽഹി സയൻസ് പീപ്പിളിനോട് ഞാൻ ആദ്യമായിട്ടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇന്നത്തെ വിഷയം തമോഗർത്തങ്ങളാണ്. തമോഗർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേ ദശാബ്ദങ്ങളായിട്ട് തന്നെ ശാസ്ത്രജ്ഞരുടെ മാത്രമല്ല ശാസ്ത്രകുതികളായിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ശ്രദ്ധയും കൗതുകമൊക്കെ പിടിച്ചു പറ്റുന്ന ഒരു വിചിത്ര വസ്തുക്കളാണ്. അപ്പം ഇതിനൊരു മുഖപുര എന്ന നിലയിലാണ് ഈ ഒരു ടോക്ക് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നാരായണൻ പറഞ്ഞ പോലെ മനുഷ്യരെല്ലാവരും എക്സ്പെരിമെന്റലിസ്റ്റുകളാണ്. ഇപ്പൊ ആദ്യം ഞാൻ പറയാൻ പോകുന്ന ഒരു എക്സ്പെരിമെന്റ് നമ്മളെല്ലാവരും ചെയ്തിട്ടുള്ള എക്സ്പെരിമെന്റാണ്. ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിയുകയാണ്. കുട്ടികളാകുമ്പോൾ ഒരു കല്ലെടുത്ത് എറിയാത്ത ഒരാൾ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു നമുക്കത് അറിയാം. കല്ല് മുകളിലേക്ക് പോവുകയും താഴേക്ക് വരികയും ചെയ്യും. പക്ഷെ ഈ കല്ലിന് കൂടുതൽ വേഗതയിലേക്ക് എറിയുകയാണെങ്കിൽ നമുക്കറിയാം ഈ കല്ല് കൂടുതൽ ഉയരത്തിലേക്ക് പോവുകയും താഴെ വരികയും ചെയ്യും. പക്ഷെ നമുക്ക് ഈ കല്ലിനെ ഒരു സെക്കൻഡിൽ 11 കിലോമീറ്റർ വേഗതയിലേക്ക് എറിയാൻ പറ്റുമെങ്കിൽ അത് മനുഷ്യസാധ്യമല്ല. അത്രയും വേഗതയിലേക്ക് ഈ കല്ലിനെ എറിയാൻ സാധിക്കുമെങ്കിൽ ഈ കല്ലിന് ഭൂമിയുടെ ഗുരുത്വ ആകർഷണത്തിനെ അതിജീവിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റും. ഇതിനെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്, ഗ്രാവിറ്റേഷൻ അട്രാക്ഷന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ കല്ലിന് ഭൂമിയുടെ ഗുരുത്വമണ്ഡലത്തിനെ അതിജീവിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റും. ഈ എസ്കേപ്പ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയും ഈ കല്ലിന്റെ കൈനറ്റിക് എനർജിയും കൂടിയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ്. ഫിസിക്സ് പഠിച്ച ആളുകൾക്കറിയാം. അപ്പോൾ അതിൽ വരുന്ന ഒരു കാര്യം, ഈ എസ്കേപ്പ് വെലോസിറ്റി നിശ്ചയിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭൂമിയുടെ അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ഡം, ദ്രവ്യമാനം പറയാം. 2, അതിന്റെ കേന്ദ്രത്തിൽ നിന്നും എത്ര ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ മാസും റേഡിയസും തമ്മിലുള്ള റേഷ്യോ ആണ് ഈ എസ്കേപ്പ് വെലോസിറ്റി നിശ്ചയിക്കുന്നത്. ഇപ്പൊ ഭൂമിയേക്കാൾ കൂടുതൽ ഭാരമുള്ള ഒരു വസ്തുവിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഈ കല്ലെറിയുന്നതെങ്കിൽ, ഉദാഹരണത്തിന് സൂര്യനെ എറിയുകയെങ്കിൽ ഈ എസ്കേപ്പ് വെലോസിറ്റി ഈസ് മച്ച് ലാർജർ. സൂര്യനുള്ള എസ്കേപ്പ് വെലോസിറ്റി ഏറെക്കുറെ 600 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ 600 കിലോമീറ്റർ വേഗതയിൽ
ഈ കല്ലെറിയാൻ പറ്റുമെങ്കിൽ മാത്രമേ ആ കല്ലിന് സൂര്യന്റെ പ്രതലത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റൂ. സൂര്യനൊരു പ്രതലം ഉണ്ടോ എന്നുള്ളത് വേറെ ചോദ്യം, അത് വേറെ കാര്യം. അങ്ങനെ കൂടുതൽ കൂടുതൽ ഭാരവും സാന്ദ്രതയുള്ള, കൂടുതൽ ഭാരമുള്ളതും റേഡിയസ് കുറഞ്ഞതുമായിട്ടുള്ള, വ്യാസം കുറഞ്ഞതുമായിട്ടുള്ള വസ്തുക്കൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി കൂടിക്കൂടി വരും. അപ്പോ അങ്ങനെ കൂട്ടിക്കൂട്ടി കഴിഞ്ഞാൽ ഒരു ഘട്ടത്തില് ഈ വസ്തുവിൽ നിന്നുള്ള എസ്കേപ്പ് വെലോസിറ്റി പ്രകാശത്തിന്റെ വേഗതയ്ക്ക് സമാനമാവും. ഭൗതികശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം എന്നുള്ളത് പ്രകാശത്തിനേക്കാൾ കൂടുതൽ വേഗതയിൽ ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇതൊരു എക്സ്പെരിമെന്റൽ ഫാക്റ്റാണ്. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഈ കല്ലിനും ഇതിന്റെ ഗുരുത്വമണ്ഡലത്തിനെ അതിജീവിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രകാശത്തിന് പോലും ഈ വസ്തുവിന്റെ ഗുരുത്വബലത്തെ അതിജീവിക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം, ഇപ്പോൾ ഒരു സൂര്യനെ പോലെ ഒരു നക്ഷത്രമാണെങ്കിൽ അതിൽ വരുന്ന പ്രകാശത്തിന് പോലും ഇതിന് പുറത്തേക്ക് വന്ന് ഒരു വിദൂരതയിൽ നിൽക്കുന്ന ഒരു ഒബ്സർവറെ കണ്ടെത്താൻ പറ്റില്ല. ഒരു നിരീക്ഷകനോ നിരീക്ഷകയ്ക്കോ ഇതിൽ നിന്നുള്ള പ്രകാശത്തിനെ കാണാൻ പറ്റില്ല. ഇത് ഈ ഒരു ഐഡിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. വളരെ ന്യൂട്ടന്റെ ഗ്രാവിറ്റിയെ പറ്റിയിട്ടുള്ള നിയമം സിദ്ധാന്തം മാത്രം മതി ഈ ഒരു ഐഡിയയെ ആലോചിക്കാൻ. അതുകൊണ്ട് തന്നെ 16-ാം നൂറ്റാണ്ടിലേക്കുള്ള പല ശാസ്ത്രകാരന്മാര് ഈ ഒരു പോസിബിലിറ്റിയെ പറ്റി ആലോചിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺ മിച്ചൽ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരു വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം ഒരു പ്രീസ്റ്റ് ആയിരുന്നു. ഭൗതികശാസ്ത്രത്തിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ഒരു വസ്തു നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് വളരെ ഒബ്വിയസ് ആണ്. കാരണം പ്രകാശത്തിന് പോലും പുറത്തു വിടാൻ പറ്റില്ല. പക്ഷേ ഈ വസ്തുക്കളെ കണ്ടെത്താനുള്ള ഒരു പോസിബിൾ മാർഗമുണ്ട്. കാരണം ഇത്തരം വസ്തുക്കൾക്ക് ചുറ്റും മറ്റുള്ള ലൂമിനസ് ആയിട്ടുള്ള വസ്തുക്കൾ, ഉദാഹരണം മറ്റുള്ള ലൂമിനസ് ആയിട്ടുള്ള നക്ഷത്രങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ, ഫ്രം ദ മോഷൻ ഓഫ് ദീസ് റിവോൾവിംഗ് ബോഡീസ് വൺ കുഡ് ഇൻഫർ ദ എക്സിസ്റ്റൻസ് ഓഫ് ദ സെൻട്രൽ വൺസ്. നമുക്കിതിനെ ഈ ഒരു നമ്മൾ തമോഗർത്തങ്ങൾ പറയുന്ന ഈ ഒരു കറുത്ത വസ്തുക്കളെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും അതിന് ചുറ്റും ഉള്ള മറ്റ് നക്ഷത്രങ്ങളുടെ അതുപോലെയുള്ള ലൂമിനസ് വസ്തുക്കളുടെ സഞ്ചാരം കൊണ്ട് ഈ ഒരു അദൃശ്യ വസ്തുവിന്റെ സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് അദ്ദേഹം കൺജക്ചർ ചെയ്തിരുന്നു. ഇത് ശരിയായി. കാരണം ബ്ലാക്ക് ഹോളുകളെ കണ്ടെത്താനുള്ള ഒരു വഴി ഇതാണ്. അത് നമ്മൾ ഈ വർഷത്തെ നോബൽ സമ്മാനം പോലും ഈ ഒരു പ്രിൻസിപ്പിളിനെ ആധാരമാക്കിയിട്ടുള്ളത്. ഇതുപോലെ വളരെ പ്രോഫറ്റിക് ആയിട്ടുള്ള മറ്റൊരു വാചകം ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനും ഭൗതികശാസ്ത്രജ്ഞനും ഒക്കെ ആയിട്ടുള്ള പിയർ സിമോൺ ലപ്ലാസിന്റെയാണ്. അദ്ദേഹം ഓൾസോ സ്പെക്കുലേറ്റ് ചെയ്തത്, ഇറ്റ് ഈസ് therefore possible that the greatest luminous bodies in the universe are on this account invisible. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരം കൂടിയ വസ്തുക്കൾ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൻവിസിബിൾ ആയിരിക്കും. കാരണം പ്രകാശത്തിന് പോലും അതിന് പുറത്തു കിടക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം സ്പെക്കുലേറ്റ് ചെയ്തിരുന്നു. ഇതും ഇപ്പൊ ശരിയായിരിക്കണം. കാരണം ഇപ്പൊ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഭാരമുള്ള സിംഗിൾ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളുകൾ, സൂര്യനേക്കാൾ ബില്യൺസ് ഓഫ് ടൈംസ് ഭാരമുള്ള 100 കോടിയിൽ പരം ഭാരമുള്ള ബ്ലാക്ക് ഹോളുകൾ പ്രപഞ്ചത്തിലുണ്ട്. നമുക്കറിയാവുന്നതിൽ വെച്ച് ഏറ്റവും ഭാരമുള്ള സിംഗിൾ ഒബ്ജക്ട്സ് are these black holes, and they are completely invisible also. So these are two very interesting conjectures that multiple people had thought about and written up, and some of these turned out to be really correct. അത് ഭയങ്കര കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം. ഇനി ഇതെല്ലാം ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ഈ ന്യൂട്ടന്റെ ഗ്രാവിറ്റിയെ പറ്റിയിട്ടുള്ള ന്യൂട്ടന്റെ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഈ ബ്ലാക്ക് ഹോളുകളെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടാണ്. ഇത് ഇപ്പൊ നമ്മുടെ ഈ ബ്ലാക്ക് ഹോളുകളെ പറ്റിയിട്ടുള്ള നമ്മുടെ ആധുനികമായിട്ടുള്ള ധാരണ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ രൂപം കൊടുത്ത പൊതു ആപേക്ഷികത സിദ്ധാന്തത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. ഇത് ഗ്രാവിറ്റിയെ പറ്റിയിട്ടുള്ള നമുക്ക് ഇപ്പോഴുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള തിയറിയാണ്. ന്യൂട്ടന്റെ തിയറി വളരെ സുപരിചിതമാണെങ്കിൽ പോലും ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണമാണ് ഗ്രാവിറ്റിയെ പറ്റിയിട്ട് ഐൻസ്റ്റൈൻ കൊടുക്കുന്നത്. ഇപ്പൊ ന്യൂട്ടന്റെ ഡിസ്ക്രിപ്ഷൻ വരെ നമുക്കറിയാം. ന്യൂട്ടൻ
പറയുന്നത് ഗ്രാവിറ്റി എന്നുള്ളത് ഒരു ഭാരമുള്ള വസ്തുക്കളും തമ്മിലുള്ള പ്രയോഗിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. ഭാരമുള്ള ഏത് വസ്തുക്കളും പരസ്പരം ആകർഷിക്കും. ഈ ഫോഴ്സ് ആണ് ഗ്രാവിറ്റി. ഐൻസ്റ്റൈന്റെ സിദ്ധാന്തപ്രകാരം ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് അല്ല. ഗ്രാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് ടൈമിലുള്ള കർവേച്ചറാണ്, നമ്മുടെ സ്ഥലകാലങ്ങളിലുള്ള ഒരു വളവാണ് ഗ്രാവിറ്റി. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു സിമിലർ രീതിയിലാണ്. ഉദാഹരണത്തിന് ഏത് ഭാരമുള്ള വസ്തുവും മാസുള്ള വസ്തുവും പിണ്ഡമുള്ള വസ്തുവും അതിനു ചുറ്റുമുള്ള സ്പേസ് ടൈമിനെ വളയ്ക്കും, കർവ് ചെയ്യും. ഈ സ്പേസ് ടൈം എന്നുള്ള ഒരു ഐഡിയ തന്നെ ഒന്നിച്ചു കൊണ്ടുവന്നത് ഐൻസ്റ്റൈൻ ആണ്. അതിന് തൊട്ട് മുമ്പ് അദ്ദേഹം കൊണ്ടുവന്ന സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്ന പ്രത്യേക ആപേക്ഷിക സിദ്ധാന്തം, സ്പെഷ്യൽ റിലേറ്റിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ സ്പേസിനെയും ടൈമിനെയും അദ്ദേഹം ഒന്നിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് സ്പേസിൽ നിന്ന് നമുക്ക് ടൈം അല്ലെങ്കിൽ സ്ഥലം, കാലം എന്നുള്ളത് നമുക്ക് നിത്യജീവിതത്തിൽ സുപരിചിതമായിട്ടുള്ള രണ്ട് എൻറ്റിറ്റികളാണ്. ഇപ്പോൾ സ്പേസിന് 3 ഡിമെൻഷൻസ് ഉണ്ട്. സമയം എന്നുള്ളത് നമ്മൾ അളക്കുന്നത് ക്ലോക്കുകൾ വഴിയാണ്. പക്ഷേ ഐൻസ്റ്റൈൻ സിദ്ധാന്ത പ്രകാരം ഈ സ്പേസും ടൈമും വേർതിരിച്ച് കാണാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അളക്കുന്ന ഒരു സ്പേസ്, ഒരു വസ്തുവിന്റെ നീളം എന്ന് അളക്കുന്നത് അത് തീർത്തും ആപേക്ഷികമാണ്. അതുപോലെ തന്നെ രണ്ട് ഇവന്റുകൾ തമ്മിലുള്ള സമയ വ്യത്യാസം നടക്കുന്നതും ആ ഒബ്സർവർക്ക് ഉള്ള ഒരു ആപേക്ഷികതമാണ്. അത് രണ്ട് ഒബ്സർവേഴ്സ് ഒരേ ഫിനോമിനൻ, രണ്ട് ഇവന്റുകൾ തമ്മിലുള്ള അകലമോ അല്ലെങ്കിൽ ദൂരമോ അളക്കുകയാണെങ്കിൽ അവര് എഗ്രി ചെയ്യണമില്ല. വാട്ട് ഈസ് യൂണിവേഴ്സൽ ഇസ് എ സിംഗിൾ എൻറ്റിറ്റി കോൾഡ് സ്പേസ് ടൈം. ആൻഡ് ഗ്രാവിറ്റി ഈസ് സംതിങ് ദെൻ the general പൊതു അപേക്ഷ സിദ്ധാന്തം അതിനേക്കാൾ അടുത്ത ലെവൽ ഓഫ് കോംപ്ലിക്കേഷൻ ആണ്. അദ്ദേഹം ഈ സിദ്ധാന്തം പറയുന്നത് ഈ സ്ഥലകാലങ്ങളുള്ള വളവാണ് ഗ്രാവിറ്റി എന്നുള്ളത്. ഉദാഹരണത്തിന് ഭാരമില്ലാത്തൊരു വസ്തുവും ഇല്ലാത്ത ഒരു സ്പേസ് ടൈം ഇസ് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ്. നമുക്കറിയാവുന്ന, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന യൂക്ലീഡിയൻ ജോമെട്രിയുടെ നിയമങ്ങൾ മുഴുവൻ അവിടെ ബാധകമാണ്. ഉദാഹരണത്തിന് ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് അതിന്റെ ആംഗിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 180 degrees. പക്ഷെ ഇതേ കാര്യം തന്നെ അതീവ ഭാരമുള്ള ഒരു വസ്തുവിന്റെ പരിസരത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള ഉത്തരം കിട്ടില്ല. ഉദാഹരണത്തിന് ഇവിടെ ഒരു കാർട്ടൂൺ, ഒരു ആപ്പിളാണ് ഈ ഗ്രാവിറ്റിയെ, മാസുള്ള വസ്തു, അത് അതിന് ചുറ്റുമുള്ള ഗ്രാവിറ്റി സ്പേസ് ടൈമിനെ കർവ് ചെയ്യിക്കുന്നുണ്ട്. അതിനടുത്ത് നമ്മളൊരു സ്പേസിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ആംഗിൾസ് ആഡ് ചെയ്യുകയാണെങ്കിൽ you will not get 180 degrees. അപ്പോൾ സ്പേസ് ടൈമിനെ നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ പോലും ഇത്തരം ലോക്കൽ എക്സ്പെരിമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്പേസ് ടൈമിന്റെ ജോമെട്രിയെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതൊരു തീർത്തും ഒരു കാർട്ടൂൺ എക്സ്പെരിമെന്റ് ആണ്. ബട്ട് there are real experiments that one can do and people have done these experiments. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിൽ 100 കണക്കിന് ലാബോറട്ടറി ടെസ്റ്റുകളും അസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻസും ഐൻസ്റ്റൈൻ്റെ തിയറിയെ വെരിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഐൻസ്റ്റൈൻ്റെ തിയറിയെ ഇതുവരെ ശരിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സിദ്ധാന്തത്തിന്റെ ഏറ്റവും കാതൽ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്, ഒരു സമവാക്യങ്ങളാണ്. ഇതിനെ ഐൻസ്റ്റൈൻസ് ഇക്വേഷൻസ് ആണ് പറയുക. ബേസിക്കലി ഇതൊരു സ്പേസ് ടൈമിന്റെ കർവേച്ചറിനെ ആ സ്പേസ് ടൈമിലുള്ള മാസുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു സമവാക്യമാണ്. ഒരു ഭാരമുള്ള വസ്തു അവിടുത്തെ സ്പേസ് ടൈമിനെ കർവ് ചെയ്യിക്കും ഞാൻ പറഞ്ഞു. അപ്പൊ ആ സ്പേസ് ടൈമിൽ ഒരു കൃത്യഭാരമുള്ള വസ്തുവിന്റെ ഭാരം നമുക്ക് അറിയുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന സ്പേസ് ടൈമിന്റെ വളവിനെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻസ്. പക്ഷെ ഇതിൽ കുറച്ച് ഒരു കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഐൻസ്റ്റൈൻ സിദ്ധാന്ത പ്രകാരം സ്പേസും ടൈമും വ്യത്യാസമില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് മാസും എനർജിയും വ്യത്യാസമില്ല, ഭാരവും അല്ലെങ്കിൽ പിണ്ഡവും ഊർജ്ജവും വ്യത്യാസമില്ല. They're also part of a single entity called mass energy. അപ്പോൾ സാധാരണ ഭാരമുള്ള വസ്തുക്കൾ മാത്രമല്ല, മറ്റു തരത്തിലുള്ള ഊർജം, ഉദാഹരണത്തിന് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്സ് ക്യാൻ ആൾസോ ക്രിയേറ്റ് ഗ്രാവിറ്റി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഇതിൽ വലതുഭാഗത്ത് കാണുന്നത് ഒരു സ്ഥലത്തിലുള്ള മാറ്ററിനെയും വസ്തുക്കളെയും മറ്റു ഊർജ്ജരൂപങ്ങളെയും കൂട്ടിയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റിയാണ്. അത് നമുക്ക് അറിയുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന സ്പേസ് ടൈം കർവേച്ചർ എത്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഐൻസ്റ്റൈന്റെ സമവാക്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, ഭാരമുള്ള ഒരു സ്ഥലത്ത് ഗ്രാവിറ്റി ഉണ്ടെങ്കിൽ അവിടേക്ക് മറ്റു വസ്തുക്കൾ വീഴും എന്ന് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് അറിയാം. ഒരു കല്ല് വിടുകയാണെങ്കിൽ ഭൂമിയിലേക്ക് വീഴും. കാരണം ഇവിടെ സ്പേസ് ടൈമിന്റെ കർവേച്ചറിലേക്ക് മൂവ് ചെയ്യുന്നത്. ഈ
ഒരു ഗിവൺ ഗ്രാവിറ്റേഷണൽ ഒരു കർവ് സ്പേസ് ടൈമിൽ എങ്ങനെയാണ് വസ്തുക്കൾ മൂവ് ചെയ്യുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന ചലന നിയമങ്ങളും ഇതേ ഇക്വേഷൻസ് തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ന്യൂട്ടോണിയൻ തിയറിയുടെ അനാലജി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇത്ര ഭാരമുള്ള വസ്തുവിന് എത്ര ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാക്കുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ന്യൂട്ടന്റെ ലോ ഓഫ് ഗ്രാവിറ്റിയാണ്. അതുപോലെ തന്നെ ന്യൂട്ടന്റെ ചലന നിയമങ്ങളുണ്ട്. ഇത് രണ്ടും ഉൾക്കൊള്ളുന്ന ഒറ്റ സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് ഐൻസ്റ്റൈൻസ് ഇക്വേഷൻസ്. അതിനെ പറ്റിയിട്ട് ജോൺ വീലർ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഭൗതിക ശാസ്ത്രജ്ഞൻ പറഞ്ഞത്, സ്പേസ് ടൈം ടെൽസ് മാറ്റർ ഹൗ ടു മൂവ് ആൻഡ് മാറ്റർ ടെൽസ് സ്പേസ് ടൈം ഹൗ ടു കർവ്. രണ്ടും പരസ്പരം കപ്പിൾഡാണ്. രണ്ട് കാര്യങ്ങളും ഒരേ സെറ്റ് ഓഫ് ഇക്വേഷൻസിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ഈ ഇക്വേഷൻസ് ഇത്ര വളരെ കോമ്പാക്ട് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിരുന്നെങ്കിൽ പോലും വാസ്തവത്തിൽ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ഇതിനെ ഒരു 10 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പറയുന്ന ഒരു ഇക്വേഷൻസ് ആണ്. അതിനെ വളരെ കോമ്പാക്ട് ആയി എഴുതാനുള്ള ഒരു നൊട്ടേഷൻ ആണ്. അപ്പൊ അത് വിടുകയാണെങ്കിൽ ഇപ്പൊ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസ് ആണ് പലതരത്തിലുള്ള ഭൗതിക വസ്തുക്കൾ, ബ്ലാക്ക് ഹോളുകൾ. അപ്പൊ ഇതിനെ ഈ ഒരു ഇക്വേഷൻസ് ആദ്യമായിട്ട് ഐൻസ്റ്റൈൻ മുന്നോട്ട് വെക്കുമ്പോൾ പോലും ഇതിനെ കൃത്യമായിട്ട് മാത്തമാറ്റിക്കലായി സോൾവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അത് വളരെ കോംപ്ലിക്കേറ്റഡ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. പക്ഷെ ഐൻസ്റ്റൈനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കാൾ ഷ്വാർസ്ചൈൽഡ് എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രജ്ഞൻ, ആസ്ട്രോണമർ, ഒരു പോളിമാത്ത് ആണ് അദ്ദേഹം. പലതരത്തിലുള്ള പ്രാഗൽഭ്യങ്ങളുള്ള ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഈ ഐൻസ്റ്റൈന്റെ സിദ്ധാന്തം പബ്ലിഷ് ചെയ്ത് ഏറെക്കുറെ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഇക്വേഷന്റെ ഏറ്റവും ആദ്യത്തെ എക്സാക്ട് മാത്തമാറ്റിക്കൽ സൊല്യൂഷൻസ് അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതിനെയാണ് ഷ്വാർസ്ചൈൽഡ് സൊല്യൂഷൻ പറയുന്നത്. ബേസിക്കലി ഇത് ഒരു സ്ഫെറിക്കലി സിമെട്രിക് ഒബ്ജക്റ്റ്, വളരെ ഒരു സ്ഫിയറിക് ഫുള്ളി സിമെട്രിക് ആയിട്ടൊരു ഒബ്ജക്റ്റിന് ഉണ്ടാകുന്ന സ്പേസ് ടൈം കർവേച്ചർ എന്താണ് എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആണ് അദ്ദേഹം നടത്തിയത്. അത് ഈ ഐൻസ്റ്റൈന്റെ സമവാക്യങ്ങളെ അനലൈസ് ചെയ്യുക വഴി ഒരു സൊല്യൂഷൻ അദ്ദേഹം കണ്ടെത്തി. Basically, so this describes the space-time around a spherically symmetric object. A sphere, ഒരു മാസീവ് സ്ഫിയർ ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള സ്പേസ് ടൈം എങ്ങനെ കർവ് ചെയ്യുന്നു എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ആണ് ഈ ഷ്വാർസ്ചൈൽഡിന്റെ സൊല്യൂഷൻ. അതിന്റെ ഒരു കാർട്ടൂൺ രൂപമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇതും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം വാസ്തവത്തിൽ സ്പേസ് ടൈം ഹാസ് 4 dimensions അല്ലെ. അപ്പൊ അതിനെ കർവ് ചെയ്യുന്ന എങ്ങനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ഒരു സിമ്പിൾ അനാലജി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പേസ് ടൈമിനെ ഒരു 2-dimensional ഒബ്ജക്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ അത് എങ്ങനെ വളഞ്ഞിരിക്കുന്നു നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു കാർട്ടൂൺ ചിത്രമാണത്. അപ്പോ ഈ ഒരു മാത്തമാറ്റിക്കൽ സൊല്യൂഷനെ പഠിക്കുക വഴി പിന്നീട് വന്ന കുറെ മാത്തമാറ്റിക്സ് കണ്ടുപിടിച്ചത്, ദിസ് സൊല്യൂഷൻ ബേസിക്കലി കണ്ടെയ്ൻസ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് വെരി ഇൻട്രസ്റ്റിംഗ് തിങ്സ്. ഒന്ന്, ഈ ഒരു പ്രത്യേക ഇതിന്റെ സെൻട്രൽ നിന്ന് ഒരു പ്രത്യേക ദൂരം, ഉദാഹരണത്തിന് ഒരു ഷ്വാർസ്ചൈൽഡ് റേഡിയസ് ഒരു പ്രത്യേക റേഡിയസിൽ ഫോംസ് എ വെരി ഇൻട്രസ്റ്റിംഗ് സർഫസ് വിച്ച് ഇസ് കോൾഡ് എ ഹൊറൈസൺ. ഈ ഒരു സർഫസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിത്തിങ് ക്യാൻ ഗോ ഇൻസൈഡ് ബട്ട് നത്തിങ് ക്യാൻ കം ഔട്ട്സൈഡ്. ഇതൊരു വൺ വേ സ്ട്രീറ്റ് ആണ് ബേസിക്കലി. ഈവൻ ലൈറ്റ് ഈസ് അൺഏബിൾ ടു കം ഔട്ട്സൈഡ് ഓഫ് ദിസ് ഹൊറൈസൺ വൺസ് ഇറ്റ് ഇസ് ഗോൺ ഇൻസൈഡ്. അതുപോലെ തന്നെ ഇതിലേക്ക് വീഴുന്ന വസ്തുക്കളെല്ലാം പിന്നെ അവയ്ക്ക് എവിടെ നിൽക്കാൻ പറ്റില്ല. ദേ ഓൾ ഫാൾ ടു എ സെൻട്രൽ പോയിന്റ് വിച്ച് ഇസ് കോൾഡ് ദ സിംഗുലാരിറ്റി. ഈ സിംഗുലാരിറ്റി എന്താണെന്നുള്ള കൃത്യമായുള്ള ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇപ്പോഴും ഇല്ല. കാരണം ഈ സിംഗുലാരിറ്റിയിൽ നമ്മുടെ നിലവിലുള്ള ഫിസിക്കൽ ലോസ് മുഴുവൻ വർക്ക് ചെയ്യാതെ ഓൾ അവർ ഫിസിക്കൽ ലോസ് ബ്രേക്ക് ഡൗൺ അറ്റ് ദ സെൻട്രൽ സിംഗുലാരിറ്റി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് ഹോൾ, അപ്പൊ ഇതിനെയാണ് ഇപ്പൊ നമ്മൾ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്നത്. തമോഗർത്തങ്ങൾക്ക് 2 പ്രധാന ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഒരു ഹൊറൈസൺ എന്ന് പറയുന്ന ഒരു സർഫസ്, ആൻഡ് അതിന്റെ നടുക്കിൽ ഒരു സിംഗുലാരിറ്റി. ആൻഡ് വി നോ ഹൗ ടു ഡിസ്ക്രൈബ് തിങ്സ് ഇൻ ദ ഹൊറൈസൺ, ബട്ട് വി ഡു നോട്ട് നോ വാട്ട് ഹാപ്പൻസ് അറ്റ് ദ സെൻട്രൽ സിംഗുലാരിറ്റി. ഇനി ഉദാഹരണത്തിന് ഈ ഒരു ഷ്വാർസ്ചൈൽഡ് ഈ ഒരു ഹൊറൈസന്റെ ഒരു വലുപ്പം അതൊരു എന്താ പറയുക കോർഡിനേറ്റ് ഡിപെൻഡന്റ് ക്വാണ്ടിറ്റി ആണ്. ഒരു പ്രത്യേക നാൾ അപ്രോപ്രിയേറ്റ് കോർഡിനേറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൊറൈസന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഷ്വാർസ്ചൈൽഡ് റേഡിയസ് എന്ന് പറയും. ബേസിക്കലി അതിന്റെ ഉള്ളിലിരിക്കുന്ന മാസിനുമായിട്ട് മാത്രം ഡിപെൻഡന്റ് ആണ്. 2gm/c². ജി എന്നുള്ളത് ന്യൂട്ടന്റെ ഗ്രാവിറ്റി കോൺസ്റ്റന്റ് ആണ്, സി സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഒരു
ഉദാഹരണത്തിന് ഒരു 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 ചിത്രം കിട്ടാൻ വേണ്ടി പറയുകയാണെങ്കിൽ, സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ റേഡിയസ് അല്ലെങ്കിൽ ഷോർട്ട്സൽ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ 3 കിലോമീറ്റർ ആണ്. നമുക്കറിയാം സൂര്യനെ ഏറെക്കുറെ 7 ലക്ഷം കിലോമീറ്റർ വലുപ്പമാണ്. അപ്പൊ ആ സൂര്യനെ ഏറെക്കുറെ 3 കിലോമീറ്റർ റേഡിയസിലേക്ക് കംപ്രസ് ചെയ്യുകയാണെങ്കിൽ സൂര്യൻ ഒരു ബ്ലാക്ക് ഹോളായി മാറും. ഇത്രയും കാര്യങ്ങൾ എല്ലാം മാത്തമാറ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റും. ഈ ഒരു ഷ്വാർസ്ചൈൽഡ് സൊല്യൂഷനെ മാത്തമാറ്റിക്കലായി പഠിക്കുക വഴി. ഇനി അടുത്ത ചോദ്യം, ഇതെല്ലാം സോഫാർ എല്ലാം തിയറിറ്റിക്കൽ സ്റ്റഡീസ് ആണ്. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ നേച്ചർ സംഹൗ പ്രൊഡ്യൂസ് ബ്ലാക്ക് ഹോൾസ്? ബ്ലാക്ക് ഹോളുകൾക്ക് നമ്മുടെ പ്രപഞ്ചത്തിൽ എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ അത് പിന്നെ ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ വളരെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം കുഴക്കിയിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ഡിബേറ്റുകളൊക്കെ ഉണ്ട്. എഡിങ്ടൺ അങ്ങനെ ആളുകളൊക്കെ പങ്കെടുത്തുന്ന, ചന്ദ്രശേഖർ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ എത്തിയതാണ്. അപ്പോൾ ഇത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു സൂര്യനെ ഏറെക്കുറെ 3 കിലോമീറ്റർ ദൂരത്ത് വലുപ്പത്തിലേക്ക് ചുരുക്കി കഴിഞ്ഞു കഴിയുകയാണെങ്കിൽ അതിനൊരു ബ്ലാക്ക് ഹോളായി മാറും എന്നറിയാം. ഇനി ഈ ചോദ്യം, സൂര്യനെ പോലെ ഒരു നക്ഷത്രത്തിനെ അല്ലെങ്കിൽ വലിയ നക്ഷത്രത്തിനെ ഇത്രയും ചെറിയ ഒരു റേഡിയസിലേക്ക് ചുരുക്കാൻ പറ്റിയ ഏതെങ്കിലും തരത്തിലുള്ള ബലം ഈ പ്രപഞ്ചത്തിൽ നിലവിലുണ്ടോ എന്നുള്ളത്. ഇത് ആക്ച്വലി നിലവിലുണ്ട്. കാരണം ഇത് 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ സ്റ്റെല്ലാർ, എങ്ങനെയാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഒരു തിയറി, സിദ്ധാന്തം ഉണ്ടാക്കിയത്, എഡിക്ടർ അടക്കമുള്ള ആളുകൾ ഉണ്ടാക്കിയ സിദ്ധാന്തം പറയുന്നത്, ബേസിക്കലി ഈ സ്റ്റാർസ് ആർ ഇൻ സം കൈൻഡ് ഓഫ് എൻ ഇക്വിലിബ്രിയം. സ്റ്റാറിലെ ഒരു നക്ഷത്രത്തില് നമുക്കറിയാം അതിനടക്കുന്ന ന്യൂക്ലിയർ റിയാക്ഷനുകളാണ് അതിനുള്ള ഊർജ്ജം ഉണ്ടാക്കുന്നത്. അതാണ് പ്രകാശമായിട്ട് പുറത്തു വരുന്നത്. ഈ ഗ്രാവിറ്റി ചെയ്യാൻ നോക്കുന്നത് ഈ സ്റ്റാറിനെ കൊളാപ്സ് ചെയ്യാൻ നോക്കുക ചെയ്യുന്നത്. ഗ്രാവിറ്റി ട്രൈസ് ടു കൊളാപ്സ് ദ സ്റ്റാർ ബിക്കോസ് ഇറ്റ് ഇസ് അട്രാക്റ്റീവ്. ദ സെയിം, സോ വൈ ഇസ് ഇറ്റ് നോട്ട് കൊളാപ്സിങ്? ഇതിൽ ഉണ്ടാകുന്ന ഈ സൂര്യൻ അല്ലെങ്കിൽ നക്ഷത്രത്തിലുള്ള ഹോട്ട് ഗ്യാസിന്റെ പ്രഷറും അതിലുണ്ടാകുന്ന റേഡിയേഷൻ, അതിലുണ്ടാകുന്ന ലൈറ്റിന്റെ പ്രഷറുമാണ് ഈ ഗ്രാവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നത്. സോ ദർ ഇസ് എ പ്രഷർ ദാറ്റ് ഈസ് ആക്ടിങ് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി, that is produced by the hot gas inside the star, as well as a radiation that is produced by the nuclear reactions. ഈ നക്ഷത്രത്തിനകത്തുള്ള സ്റ്റാറിനകത്തുള്ള ന്യൂക്ലിയർ ഫ്യൂവൽ മുഴുവൻ തീർന്നു പോവുകയാണെങ്കിൽ, so after millions of years or billions of years depending on the mass of the star, then there is no more energy production. അപ്പോൾ എന്ത് പറ്റും? There is no pressure to balance against the gravity. So the gravity wins and the star has to collapse. ഇപ്പോ ഈ നക്ഷത്രത്തിന് ഒരു പരിധിയിൽ കൂടുതൽ കുറഞ്ഞ ഭാരമേ ഉള്ളൂ എങ്കിൽ there are some other kinds of pressures that is produced by the quantum mechanical behavior of the gas. അതിനെയാണ് അപ്പോൾ അതിന് ഇവൻച്വലി ഈ ഗ്രാവിറ്റിയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. So that star can become something called a white dwarf. So this is something that was worked out by Fowler and Chandrasekhar etc. പക്ഷേ ഈ ആദ്യത്തെ സ്റ്റാറിനെ, ഉദാഹരണത്തിന് സൂര്യന്റെ ഇവൻച്വലി സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫായി മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ ഒരു നക്ഷത്രത്തിൽ സൂര്യനേക്കാൾ 10 മടങ്ങ് ഭാരമുണ്ടെങ്കിൽ, ഒരു 10 മടങ്ങിൽ കൂടുതൽ ഭാരമുണ്ടെങ്കിൽ, even this quantum mechanical pressure cannot balance against the collapsing force of gravity. So this star will have to collapse to its gravitational radius and it will form a black hole. ഇത് ആദ്യമായിട്ട് സൈദ്ധാന്തികമായിട്ട് തെളിയിച്ചത് റോബർട്ട് ഓപ്പൻഹൈമർ, ഹാർട്ട്ലാൻഡ് സ്നൈഡർ എന്ന 2 ശാസ്ത്രജ്ഞർ എഴുതിയ വളരെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. ഇതൊരു വളരെ ഒരു സ്ഫെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള ഒരു സ്റ്റാർ ആണെങ്കിൽ ഇതിന്റെ ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയർ ഫ്യൂവൽ മുഴുവൻ തീർന്നതിന് ശേഷം ഈ ഒരു സ്റ്റാറിന് കൊളാപ്സ് ചെയ്യുകയല്ലാതെ വേറെ വഴിയില്ല. കൊളാപ്സ് ചെയ്യുമ്പോൾ അത് ഒരു ബ്ലാക്ക് ഹോളായി മാറുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് ഒരു സൈദ്ധാന്തികമായി തെളിയിച്ചു. ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു ഹിസ്റ്ററി കൂടി ഉണ്ട്. കൽക്കത്തയിൽ നിന്നുള്ള ബി ദത്ത് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കൂടി ആൾമോസ്റ്റ് ഇതേ കാൽക്കുലേഷൻ 1 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തെടുത്തു. അദ്ദേഹം പബ്ലിഷ് ചെയ്തത് ഒരു ഒബ്സ്ക്യൂർ ആയിട്ടുള്ള ഒരു ജർമ്മൻ ജേണലിലാണ്. അതുകൊണ്ട് ആ പേപ്പർ കുറെ കാലത്തിനും ഒന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോ
ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. At least this mathematical calculation has been done. A similar mathematical calculation has been done by B. Dutt also. Of course, ആ ഒരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഒരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷനും അതിന്റെ കോൺസിക്വൻസും ഒക്കെ എത്ര കണ്ട് ദത്തിന് മനസ്സിലായിരുന്നു എന്ന് നമുക്കറിയില്ല. കാരണം ദത്തിന് ഇപ്പോഴും വളരെ എന്താ പറയുക, വളരെ ദുരൂഹമായിട്ടുള്ള ഒരു ചരിത്രമാണുള്ളത്. അദ്ദേഹത്തിനെ പറ്റിയിട്ട് നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ അറിയൂ. അദ്ദേഹം പ്രസിഡൻസി കോളേജിൽ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ ഈ ഒരു പേപ്പർ പബ്ലിഷ് ചെയ്ത് വളരെ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹം ആ കാലത്തിൽ മരിക്കുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്കറിയില്ല. ഇതിന്റെ ഫോട്ടോ പോലും നമ്മുടെ കയ്യില്ല. അപ്പോൾ ദാറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററി. ബട്ട് എനിവേ, ഈ ഒരു പേപ്പറുകൾ ഇങ്ങനെ ഒരു വളരെ സ്പെറിക്കലി സിമെട്രിക് ആയിട്ടുള്ള നക്ഷത്രമാണെങ്കിൽ അതിന് ഒരു സഫിഷ്യന്റ്ലി മാസീവ് സ്റ്റാർ ഹാസ് no way other than collapsing into a black hole at the end of their lifetime എന്നുള്ളത് ഇവർ സൈദ്ധാന്തികമായിട്ട് തെളിയിച്ചു. ഇത് പക്ഷെ ഇതിൽ കുറെ ഈ ഒരു പ്രൂഫിന് പോലും, സൈദ്ധാന്തികമായ തിയററ്റിക്കൽ പ്രൂഫിന് പോലും ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ ഒരു സ്ഫെറിക്കൽ സിമെട്രി എന്നുള്ളത് അസംഷൻ വളരെ ക്രൂഷ്യലാണ് ഇവരുടെ കാൽക്കുലേഷൻ. പക്ഷെ നമുക്കറിയാം നിത്യജീവിതത്തിൽ ഒന്നും സ്ഫെറിക്കലി സിമെട്രിക് അല്ല, നക്ഷത്രങ്ങളൊന്നും സ്ഫെറിക്കലി സിമെട്രിക് അല്ല. കാരണം there are deviations in the full spherical symmetry. അപ്പോൾ ഒരു ഭാഗം ആളുകൾ ഇൻക്ലൂഡിങ് ഐൻസ്റ്റൈൻ വിചാരിച്ചത് ഈ ഒരു സ്ഫെറിക്കൽ സിമെട്രി എന്നുള്ള ഡീവിയേഷൻ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും ഇങ്ങനെ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറയുന്ന ഒരു വളരെ വിചിത്രരായിട്ടുള്ള പ്രതിഭാസങ്ങളെ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാനുള്ള ഒരു വഴി പ്രകൃതി കണ്ടെത്തുന്നതായിരുന്നു. കാരണം അക്കാലത്തെ ആളുകളുടെ ഒന്നും കോമൺ സെൻസിന് നിരക്കാവുന്ന കാര്യമല്ല ഈ ഒരു ഇത്തരം പ്രതിഭാസം. പക്ഷേ ഇവിടെയാണ് റോജർ പെൻറോസ് കടന്നു വരുന്നത്. റോജർ പെൻറോസ് ഒരു മാത്തമാറ്റീഷ്യനാണ്. അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല വർക്കുകളും ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്സിന്റെ പല ഭാഗങ്ങളും, ജിയോമെട്രി, ടോപ്പോളജി ഒക്കെ. അദ്ദേഹം സ്വന്തമായി ഡെവലപ്പ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പല ടൂളുകൾ, മാത്തമാറ്റിക്കൽ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം പ്രൂവ് ചെയ്തു, under a reasonable set of physical assumption, a sufficiently massive object will collapse under its own gravity, forming a singularity at center. വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചില ഭൗതികപരമായിട്ടുള്ള അസംഷൻസ് മാത്രം എടുത്താൽ മതി. സ്ഫെറിക്കൽ സിമെട്രി ഒന്നും ആവശ്യമില്ല. അങ്ങനെ അത് മാത്രം അസ്യൂം ചെയ്യുകയാണെങ്കിൽ എ സഫിഷ്യന്റ്ലി മാസീവ് സ്റ്റാർ വിൽ ഇവൻച്വലി കൊളാപ്സ് ആൻഡ് വിൽ ഫോം എ സിംഗുലാരിറ്റി ഓൾസോ. അതാണ് ബ്ലാക്ക് ഹോളുകൾ രണ്ട് ടെൽ സിഗ്നേച്ചർ ആണ്, ഒരു ഹൊറൈസണും ഒരു സിംഗുലാരിറ്റി. ഒരു സിംഗുലാരിറ്റി കൊളാപ്സ് ചെയ്യുക വേറെ വഴിയില്ല എന്നുള്ള റിഗറസ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ പ്രൂഫിലൂടെ അദ്ദേഹം സ്ഥാപിച്ചു. അതാണ് ഈ പെൻറോസിന്റെ ഈ ബ്ലാക്ക് ഹോൾ ഫിസിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. പക്ഷെ ഈ ഒരു പെൻറോസിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ഹോക്കിംഗ് പിന്നീട് ഈ ഒരു സിംഗുലാരിറ്റി തിയറസിനെ കൂടുതൽ വികസിപ്പിക്കുകയും ഇവർ രണ്ടുപേരും കൂടിയിട്ട്, ഉദാഹരണത്തിന് നമ്മുടെ പ്രപഞ്ചത്തിന്റെ ആദ്യകാലത്തെ ഒരു സിംഗുലാരിറ്റി അവോയ്ഡ് ചെയ്യാൻ വേറെ വഴിയില്ല, ബിഗ് ബാങ് സിംഗുലാരിറ്റി എന്നുള്ള ഐഡിയ ഒക്കെ മുന്നോട്ട് വെച്ചത്, കൃത്യമായിട്ട് പ്രൂവ് ചെയ്തത് ഹോക്കിങ്ങും പെൻറോസും ചേർന്നിട്ടാണ്. ഈ ഒരു സീരീസ് ഓഫ് സിംഗുലാരിറ്റി തിയറംസ് ദേ ഹാവ് പ്രൂവ് which have very, very important consequences in the study of black holes as well as cosmology, the study of the universe. ഇതുവരെ ഞാൻ പറഞ്ഞത് ബ്ലാക്ക് ഹോളുകൾക്ക് പ്രപഞ്ചത്തിൽ നിലനിൽക്കാനാവുമോ, അല്ലെങ്കിൽ പ്രകൃതിക്ക്, നേച്ചറിന് ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നൊരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യം. ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്, അതിനൊരു പ്രൂഫ് ചെയ്യാനാണ്. പക്ഷേ ഈവൻ ഇഫ് black holes can exist in nature, this doesn't mean that they do exist in nature. അല്ലെ, ഇപ്പൊ പ്രപഞ്ചത്തിലെ ബ്ലാക്ക് ഹോളുകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യമാണ്. അത് ആൻസർ ചെയ്യേണ്ടത് എക്സ്പെരിമെന്റലിസ്റ്റുകളാണ്. അല്ലെങ്കിൽ ആസ്ട്രോണമിയിൽ എക്സ്പെരിമെന്റലിസ്റ്റുകൾ ഇൻക്ലൂഡ് ഒബ്സർവേഴ്സ് ഓൾസോ. ഇത് ഒബ്സർവേഷണൽ ആസ്ട്രോണമി ഡൊമൈനിൽ വരുന്ന ചോദ്യമാണ്, പ്രപഞ്ചത്തിൽ ആക്ച്വലി ബ്ലാക്ക് ഹോളുകൾ ഉണ്ടോ എന്നുള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി തെളിവുകൾ 1960-കളോളം കൂടിയിട്ട് മുന്നോട്ട് വരാൻ തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തലാണ് ഈ ക്വേസാറുകൾ എന്നറിയപ്പെടുന്ന വളരെ ബ്രൈറ്റ് സോഴ്സസ് ഓഫ് റേഡിയോ വേവ്സ്. സോ ദർ ആർ സം വെരി ഗുഡ് ഇൻട്രസ്റ്റിംഗ് ഇമേജസ്. ഫോർ എക്സാമ്പിൾ, ഇടതുഭാഗത്ത് കാണുന്നത് ഒരു NGC 4261 എന്ന ഗാലക്സിയുടെ നടുക്കുള്ള ഒരു ക്വേസാറിന്റെ ചിത്രമാണ്. ഈ ക്വേസാറുകളെ എക്സ്ട്രീംലി ലൂമിനസ് ഒബ്ജക്ട്സ്,
ഭയങ്കര ലൂമിനസ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഒരു ആസ്ട്രോണമർ കാണുകയാണെങ്കിൽ there are two interpretations. One is that this is an intrinsically very bright object, and the second is that it is not a bright object but it's somewhere very close. അല്ലെ, ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു അപ്പാരന്റ് ലൂമിനോസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്, ഒരു ലൈറ്റ് നമ്മുടെ വളരെ അടുത്താണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലൈറ്റ് വളരെ കൂടുതലായിരിക്കും. പക്ഷെ ഇതേ ലൈറ്റിനെ വളരെ ദൂരെ വെക്കുകയാണെങ്കിൽ അതിന്റെ ഒബ്സർവ് ചെയ്യുന്ന ലൂമിനോസിറ്റി കുറവായിരിക്കും. So it turns out that these extremely luminous objects are also very very far. നമ്മുടെ പ്രപഞ്ചത്തിന്റെ ആൾമോസ്റ്റ് എഡ്ജസിലാണ് ഇവര് ഈ ക്വേസാറുകൾ നിലനിൽക്കുന്നത്. They are billions of light years away from us. So the only conclusion is that these objects are intrinsically very very bright. ഇവരുടെ ലൂമിനോസിറ്റി എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ലൂമിനോസിറ്റിയുടെ സെവറൽ ഓർഡേഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ലാർജറാണ്. അത്രയും ലൂമിനോസിറ്റിയാണ്, 10⁻40 times ലാർജർ. അത്രയും ലൂമിനോസിറ്റിയാണ് ഈ ക്വേസാറുകൾ. ഇവരെങ്ങനെയാണ് ഇത്രയധികം ഊർജം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളൊരു ഉത്തരം കണ്ടെത്താനുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ന്യൂക്ലിയർ റിയാക്ഷൻസ് ഇത്തരം എനർജി ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് ബേസിക് ന്യൂക്ലിയർ ഫിസിക്സ് കാൽക്കുലേഷൻസ് ക്യാൻ ടെൽ. അങ്ങനെയാണ് ഒരേ ഒരു പോസിബിലിറ്റി എന്നുള്ളത് ബ്ലാക്ക് ഹോളുകളിലേക്ക് ഗ്യാസ് പാർട്ടിക്കിൾസ് വീഴുമ്പോൾ ഉണ്ടാകുന്ന എക്സ്ചേഞ്ച് ചെയ്യുന്ന എനർജിയാണ് ഈ ഒരു ഹീറ്റായിട്ട് പുറത്തു വരുന്നത്. അതാണ് ഈ ക്വേസാറുകൾ എന്ന് പറയുന്ന വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റേഡിയോ സോഴ്സസിനെ പവർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു വിഭാഗം ആസ്ട്രോണമേഴ്സ് ഫിസിക്സിൽ ആർഗ്യൂ ചെയ്യുന്നത്. ഈ ഒരു ആർഗ്യുമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന തെളിവുകൾ കൂടുതൽ വരാറ്. കാരണം കൂടുതൽ ക്വേസാറുകൾ വരുന്നുണ്ട്. അത് മാത്രമല്ല വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റേഡിയോ ജെറ്റുകൾ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. സോ ഇതിൽ കാണുന്ന നടുക്ക് കാണുന്ന വലുത് ഈ ഒരു സിഗ്നസ് എ എന്ന് പറയുന്നത് രണ്ട് വലിയ തീപ്പന്തം കാണാൻ പറ്റും. ഇതിനടുക്കുള്ള ചെറിയൊരു സ്പോട്ട് ഉണ്ട്, അവിടെ ഒരു ബ്ലാക്ക് ഹോൾ ലോഞ്ച് ചെയ്യുന്ന വളരെ പവർഫുൾ ആയിട്ട് ജെറ്റുകളാണ് കാണുന്നത്. ആൻഡ് ദീസ് ജെറ്റ്സ് ആർ സെവറൽ thousands of light years wide. ഇത്രയും വലിയ ജെറ്റുകളാണ് പവർ. ഇത്രയും വലിയ എനർജി പ്രൊഡക്ഷനുള്ള ഒരേ ഒരു സോഴ്സ് നമുക്കറിയാവുന്നത് ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ഗ്യാസ് പാർട്ടിക്കിൾസ് വീഴുമ്പോൾ ബ്ലാക്ക് ഹോളിന്റെ ഈവന്റ് ഹൊറൈസണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ബേസിക്കലി ഇതിലേക്ക് ഫാൾ ചെയ്യുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ എനർജിയാണ് ഹീറ്റായിട്ട് മാറുന്നത്. നമുക്കറിയാം, ഒരു കല്ലിനെ വളരെ ഉയരത്തിന് താഴെ ഇടുകയാണെങ്കിൽ ആ കല്ലിന് വളരെ അധികം വേഗതയിലാണ് ഭൂമിയിലേക്ക് എത്തുക. കാരണം അതിന്റെ ആദ്യം ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് മാറ്റും. ഇത്രയും വലിയ ദൂരത്തു നിന്നും ലൈറ്റ് ഇയേഴ്സ് അവേ ഇത് താഴെ വീഴുമ്പോൾ, ഒരു ഗ്യാസ് പാർട്ടിക്കിൾ താഴെ വീഴുമ്പോൾ അതിലേക്ക് വീഴുന്നതിന്റെ വേഗതയെ കൊണ്ടുണ്ടാകുന്ന ചൂട്, ഫ്രിക്ഷൻ കൊണ്ടുണ്ടാകുന്ന ഹീറ്റാണ് ബേസിക്കലി പവറിങ് ദീസ് ക്വേസാർസ്. ഇതിന്റെ ഈ ക്വേസാറുകളെ പവർ ചെയ്യുന്നത് സൂര്യനേക്കാൾ ദശലക്ഷം മടങ്ങ് ഭാരമുള്ള ബ്ലാക്ക് ഹോളുകളാണ്. ഇതിന്റെ ചില മിനി രൂപങ്ങളും നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഉണ്ട്. അതിനാണ് എക്സ്റേ ബൈനറീസ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സിഗ്നസ് X1 എന്ന റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇതും ഒരു ചെറിയ ബ്ലാക്ക് ഹോളിന് ചുറ്റും ഒരു സാധാരണ നക്ഷത്രം, സാധാരണ സ്റ്റാർ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയും ഈ നക്ഷത്രത്തിൽ നിന്നുള്ള ഗ്യാസ്, സ്റ്റാറിൽ നിന്നുള്ള ഗ്യാസ് ഈ ബ്ലാക്ക് ഹോൾ അക്രീറ്റ് ചെയ്യുകയും ആ അക്രീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റിനെ ആണ് എക്സ്റേസ് ആയിട്ട് പുറത്തുവിടുകയും ചെയ്യും. So there are some many examples of these very very bright sources, and the only explanation is that these are powered by black holes accreting gas. ഇതിന്റെ ബ്ലാക്ക് ഹോളുകളുടെ അടുത്ത ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു എവിഡൻസ് വരുന്നത് നമ്മുടെ ഗാലക്സിയുടെ നടുക്ക് നിന്ന്. ഈ ഇടത് ഭാഗത്ത് കാണുന്നത് എ പിക്ചർ, an artistic picture of our own galaxy. അപ്പൊ നമുക്ക് നമ്മുടെ ഗാലക്സിയുടെ പിക്ചർ എടുക്കാൻ പറ്റില്ല, കാരണം വി ആർ പാർട്ട് ഓഫ് ദാറ്റ് ഗാലക്സി, അല്ലെ? അപ്പൊ ഇതിൽ നമ്മുടെ ഗാലക്സി എങ്ങനെയായിരിക്കും? ആർട്ടിസ്റ്റിക് പിക്ചറാണ്, സയന്റിഫിക്കലി ആക്യുറേറ്റ് ആർട്ടിസ്റ്റിക് പിക്ചറാണ് ഇടത് ഭാഗത്ത് കാണുന്നത്. സോ വി ആർ ഹിയർ, സൺ മാർക്ക് ചെയ്തിട്ടുണ്ട് യെല്ലോ ആരോ ആയിട്ട്. ഈ ഗാലക്സിയുടെ നടുക്ക് എ വെരി ബ്രൈറ്റ് റീജിയൻ, ആൻഡ് പീപ്പിൾ knew that this is the center of galaxy for the last century or more than a century. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള റേഡിയോ സോഴ്സ് ഉണ്ട്. അതിനെ കണ്ടെത്തിയിട്ട് കുറെ ഒരു നൂറ്റാണ്ടോളായി. ഇതാണ് സജിറ്റേറിയസ് എ എന്ന് പറയുന്ന സജിറ്റേറിയസ് എന്നുള്ള കോൺസ്റ്റലേഷനിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അടുത്തുള്ള ഒരു ബ്രൈറ്റ് സോഴ്സ് ഓഫ് റേഡിയോ വേവ്സിനെയാണ് ആസ്ട്രോണമേഴ്സ് സജിറ്റേറിയസ് എ സ്റ്റാർ എന്ന് വിളിക്കുന്നത്.
ഇതിനെ ഈ സജിറ്റസ് എ സ്റ്റാറിനെ വളരെ ക്ലോസ് ആയി നിരീക്ഷിച്ചപ്പോൾ അതിന് ചുറ്റും കുറെ നക്ഷത്രങ്ങളെ കാണുന്നുണ്ട്. ആൻഡ് ഈ നക്ഷത്രങ്ങളെല്ലാം ഈ ഒരു they are moving around a dark center. So people have been observing these stars in the galactic center since 1990 using infrared observations. അപ്പോൾ ഇതെല്ലാം ഈ ഒരു ഇമേജ് കാണുന്നത് ഒരു അനിമേഷൻ ഉള്ളത് ഇത്തരം പല ആസ്ട്രോണമിക്കൽ ഇമേജസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള അനിമേഷൻ. സോ ഇറ്റ്സ് ആൻ ആക്ച്വൽ ആസ്ട്രോണമിക്കൽ അനിമേഷൻ. ഇതിലുള്ള ഓരോ ഫ്രെയിമും ഒരു ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷൻ ആണ്. ഇതിൽ കിടന്ന ഓരോ ബ്രൈറ്റ് സ്പോട്ടുകളും ഓരോ നക്ഷത്രങ്ങളാണ്. നമുക്കറിയാം, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ നക്ഷത്രങ്ങളെല്ലാം ഒരു അദൃശ്യമായിട്ടുള്ള ഒരു കേന്ദ്ര ബിന്ദുവിനെ ചുറ്റിയാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ നക്ഷത്രങ്ങളുടെ റേഡിയസും ഇതിന്റെ ഓർബിറ്റിന്റെ റേഡിയസും അതിന്റെ വെലോസിറ്റിയും കിട്ടുകയാണെങ്കിൽ we can calculate the mass of the center object. നമുക്ക് അതിന്റെ ആ നടുവിലുള്ള കേന്ദ്ര ബിന്ദുവിന്റെ ഭാരം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. Just like we measure the mass of the sun from the motion of planets. അങ്ങനെയാണ് നമ്മൾ സൂര്യന്റെ ഭാരം അളക്കുക. ചുറ്റുള്ള ഗ്രഹങ്ങളുടെ മോഷൻ പഠിച്ചിട്ടാണ്. You can just use it, using Newtonian laws of physics to infer the mass of the sun. അതേപോലെ തന്നെ if you measure the mass of the central object, it turns out that our galactic center hosts a dark compact object that weighs about 4 million times the mass of the sun. നമ്മുടെ ഗാലക്ടിക് സെന്ററിൽ സൂര്യനേക്കാൾ ഏറെക്കുറെ 4 ലക്ഷത്തിലടക്കം അധികം ഭാരമുള്ള ഒരു കറുത്ത വസ്തു ഇരിക്കുന്നുണ്ട്. ഇതിൽ നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ there is a supermassive black hole at the center of our galaxy. ഇതും സൂപ്പർമാസീവ് ബ്ലാക്ക് ഹോൾ എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ്. ഇതിൽ കഴിഞ്ഞ വർഷം നോബൽ സമിതിയുടെ സൈറ്റേഷൻ നോക്കിയാൽ അറിയാം. So they are awarded for the discovery of a dark object at the center of dark compact object the center of our galaxy എന്നാണ് സൈറ്റേഷൻ. ഇതിന് ബ്ലാക്ക് ഹോൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ബ്ലാക്ക് ഹോളിന്റെ ഒരു ടെൽ ടൈൽ സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ഹാവ് എ ഹൊറൈസൺ, ഹാസ് ടു ഹാവ് എ സിംഗുലാരിറ്റി. ഇത് രണ്ടും ഉണ്ടോ എന്നുള്ളതിന് എക്സ്പെരിമെന്റൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ all we know is that there is a very dark and very compact object that weighs about 4 million times the mass of the sun. So നമ്മുടെ ഏറ്റവും സിംപ്ലസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ there is a black hole sitting there. ഇപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഈ ഒരു കണ്ടെത്തലിനാണ് Reinhard Genzel and Andrea Ghez received the Nobel Prize for last year, 2020. So this is a very, very difficult astronomical observation. ഇതിനെ ദശാബ്ദങ്ങളായിട്ട് നടന്ന വളരെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള ടെലസ്കോപ്പുകൾ ഉപയോഗിക്കുന്നത് മാത്രമല്ല, ഈ ഒരു മെഷർമെന്റിന് വേണ്ടിയിട്ട് they have to devise very special techniques, adaptive optics, etc. കാരണം they are very challenging observation. കാരണം ഈ ഒരു നമ്മുടെ ഗാലക്ടിക് സെന്റർ എന്ന് പറഞ്ഞാൽ it's very covered in dust. So നമ്മുടെ ഒപ്റ്റിക്കൽ ലൈറ്റിന്, ദൃശ്യപ്രകാശത്തിന് ഈ ഒരു ഡസ്റ്റിലൂടെ കടന്നു വരാൻ നമ്മളെ എത്താൻ പറ്റും. നമ്മൾ ദൃശ്യപ്രകാശം കൊണ്ട് തന്നെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ all we see some kind of a luminous sort of halos. അപ്പോൾ so they have to use infrared observations. So infraredന് ഈ ഒരു ഡസ്റ്റിലൂടെ പുറത്ത് കയറാൻ പറ്റും. So that's how they used, and they used the current luckily നമ്മുടെ ഒപ്റ്റിക്കൽ ടെലിസ്കോപ്പുകൾക്ക് ഇൻഫ്രാറെഡിൽ മെഷർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, നമ്മുടെ they have to use the biggest telescopes on the earth. ആന്ദ്രിയ ഗസിന്റെ ടീം കെക് എന്ന് പറയുന്ന ടെലിസ്കോപ്പാണ് യൂസ് ചെയ്തത്. ടീം VLT എന്ന് പറയുന്ന ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ ടെലിസ്കോപ്പുകളിലും രണ്ടെണ്ണമാണ് ഇത് രണ്ടും. അത് മാത്രമല്ല, ഇത് രണ്ടും നമ്മുടെ ഭൂമിയുടെ സർഫസിലുള്ള ടെലിസ്കോപ്പുകളാണ്. അതുകൊണ്ട് ഈ ഒരു പ്രകാശത്തിന്, നക്ഷത്രത്തിനുള്ള ലൈറ്റിന്, it has to come through our atmosphere. This atmosphere is creating various kinds of aberrations. നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ആറ്റംസ്, മോളിക്യൂൾസിന്റെ മൂവ്മെന്റ്, അതുകൊണ്ടുണ്ടാകുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ചേഞ്ച് എല്ലാം ഇതിന്റെ ഇമേജിനെ ബ്ലർ ചെയ്യും.
So they have to invent a special technique called adaptive optics. So it's a very fascinating technique. They shoot a laser beam and create a fake star. A laser beam shoot ചെയ്തിട്ട് അറ്റ്മോസ്ഫിയറിന്റെ ടോപ്പ് ലെയറിൽ ഒരു ഫേക്ക് സ്റ്റാറിനെ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഈ ഒരു സ്റ്റാറിനെ അവർ ഇമേജിൻ ചെയ്യും. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സ്റ്റാർ അതിന്റെ ഒറിജിനൽ ഷേപ്പിലല്ല ഇമേജിൽ കിട്ടുന്നത്. കാരണം ബിക്കോസ് ഓഫ് അറ്റ്മോസ്ഫിയറിക് ഡിസ്റ്റർബൻസസ്. പക്ഷെ അവർക്ക് ഇതിനെ ഒറിജിനൽ ഷേപ്പും മെഷർ ചെയ്ത ഷേപ്പും അറിയാവുന്നത് കൊണ്ട് ഈ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുന്ന കറക്ഷൻ എന്താണെന്ന് അവർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. And they can apply the same correction to the real stars also, and that can they basically get a much more clearer image. This is a technique called adaptive optics. ഈ ടെക്നിക്ക് പല സയൻസിന് പുറത്തുള്ള പലധികം മേഖലകളിലും ഉപയോഗിച്ചു വരുന്നുണ്ട്. But it was developed it was perfected by astronomers, I would say. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതുവരെ നമുക്ക് ഈ സെൻട്രൽ ഒബ്ജക്റ്റ് ഒരു ബ്ലാക്ക് ഹോൾ ആണോ എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഈ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റേഷണൽ റേഡിയസിന് പല മടങ്ങ് ദൂരെ, ഇതൊക്കെ തൗസൻഡ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ റേഡിയസിന് അപ്പുറത്താണ് ഈ നക്ഷത്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാറുകളുടെ ഭ്രമണപഥത്തിന്റെ ഒരു 1001 ഭാഗം മാത്രമേ വലുപ്പുള്ളൂ. So we do not know, the stars cannot tell what is happening near the horizon, which is the real signature of a black hole. പക്ഷെ അടുത്ത കാലത്ത് ഈ ബ്ലാക്ക് ഹോളിന്റെ ഹൊറൈസന് അടുത്തുള്ള സ്കെയിലുകൾ വരെ, പ്രതിഭാസങ്ങൾ വരെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കുകൾ we are developing now. And this one very fascinating measurement is using something called very long baseline laser interferometry. അത് ഇവന്റ് ഹൊറൈസൺ ടെലസ്കോപ്പ് എന്ന് പറയുന്ന കൊളാബറേഷൻ പുറത്തുവിട്ട ഒരു ചിത്രമാണിത്. 2019 നമ്മുടെ ഗാലക്സിക്ക് അടുത്തുള്ള നമ്മുടെ അയൽവക്കാരുടെ ആയിട്ടുള്ള M87 എന്നുള്ള ഗാലക്സിയുടെ അടുത്തുള്ള ഒരു ഭീമനായിട്ടുള്ള ബ്ലാക്ക് ഹോളിന്റെ ഒരു റേഡിയോ ഇമേജ് ആണ് ചെയ്യുന്നത്. ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള റേഡിയോ ടെലസ്കോപ്പുകൾ, മില്ലിമീറ്റർ ഫ്രീക്വൻസിയിലുള്ള വർക്ക് ചെയ്യുന്ന റേഡിയോ ടെലസ്കോപ്പുകളുടെ ഡേറ്റ കമ്പൈൻ ചെയ്തുകൊണ്ട് ഏറെക്കുറെ ഭൂമിയുടെ അത്ര വലുപ്പമുള്ള ഒരു സിന്തറ്റിക് ടെലസ്കോപ്പ് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തത്. ബേസിക്കലി എവറിത്തിങ് ഡൺ ഇൻ സോഫ്റ്റ്വെയർ. ഇത്രയും ലോകത്തിന്റെ പല ഭാഗത്തുള്ള ടെലസ്കോപ്പുകൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അതിനെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് റേഡിയോ ഇന്റർഫെറോമെട്രി കൊണ്ട് വളരെ ചെറിയ ആംഗുലർ സൈസ് വരെ റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെന്റ് ആണ് നടത്തിയത്. So when they looked at it, this M87 galactic center, they see this ring-like object with a dark shadow. ഈ ഒരു റിംഗ് ലൈക്ക് സാധനം തേക്കുന്നത് അതിലേക്ക് ഈ ഒരു ബ്ലാക്ക് ഹോളിലേക്ക് ഗ്യാസ് വന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഹോട്ട് ഗ്ലോ ആണ്. ആൻഡ് ദ ഡാർക്ക് ഷാഡോ ഇൻ ദ സെന്റർ ഇസ് വാട്ട് വി ബിലീവ് ടു ബി എ ബ്ലാക്ക് ഹോൾ. ആ ബ്ലാക്ക് ഹോളിന്റെ ഹൊറൈസൺ തൊട്ടപ്പുറത്തുള്ള ലൈറ്റ് റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഇത് കാണുന്നത്. So finally, we are actually going getting observations from very close to the horizon of a black hole. So we are getting much more closer to, it's a closer picture of black hole. അടുത്ത ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ലൈഗോ അടക്കമുള്ള ഗ്രാവിറ്റേഷൻ വേവ് ഒബ്സർവേറ്ററീസ് നടത്തുന്ന ഗ്രാവിറ്റേഷൻ വേവ് ഒബ്സർവേഷൻസ് ആണ്. ഇപ്പോൾ രണ്ട് ബ്ലാക്ക് ഹോളുകൾ പരസ്പരം ചുറ്റിക്കറങ്ങുമ്പോൾ അവ ഉണ്ടാക്കുന്ന സ്പേസ് ടൈമിൽ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസസ് ഓളങ്ങളായിട്ട് സഞ്ചരിക്കുകയും നമ്മളിലേക്ക് എത്രയോ പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചുകൊണ്ട്, എത്രയോ മില്യൺസ് ഓഫ് പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് അവസാനം ഭൂമിയിലെത്തുകയും ഇവിടെയുള്ള ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ഗുരുത്വതരംഗങ്ങളെ, ഗ്രാവിറ്റേഷൻ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യും. സോ ദീസ് LIGO ആൻഡ് ഇറ്റ്സ് സിസ്റ്റർ ഒബ്സർവേറ്ററി Virgo have been detecting gravitational waves from such colliding black holes, such merging black holes for the last 5 years. നമ്മളിപ്പോ 50ഓളം സച്ച് സിഗ്നലുകൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതെല്ലാം ഈ ഉദാഹരണത്തിന് ഈ ഇലക്ട്രോമാഗ്നറ്റിക് മെഷർമെന്റ്സിന് വ്യത്യസ്തമായിട്ട് these gravitational waves are actually produced by the motion of black holes. So they are generated from regions very near the black hole, and they contain very detailed information of the physics near the horizons. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് ഹോളുകൾ
വാസ്തവത്തിൽ എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു കറുത്ത ഒബ്ജക്റ്റിൽ വാസ്തവത്തിൽ ബ്ലാക്ക് ഹോളുകളാണോ അതോ അതിനേക്കാൾ വിചിത്രമായിട്ടുള്ള മറ്റു വസ്തുക്കളാണോ എന്നതിനെ പറ്റി പഠിക്കാനുള്ള പുതിയൊരു വഴി ആണ് ഈ ഗ്രാവിറ്റേഷണൽ ഒബ്സർവേഷൻസ് നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. സോ ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. ഇതിന്റെ സമ്മറി പറയുകയാണെങ്കിൽ, നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഏറെക്കുറെ 10 മില്യൺ, 1 കോടിയിലധികം ചെറിയ ബ്ലാക്ക് ഹോളുകൾ ഉണ്ട് എന്നാണ് സയന്റിസ്റ്റ് ആസ്ട്രോണമേഴ്സ് നടത്തുന്ന ഒരു സെൻസസിന്റെ ഒരു ഫലം. ഈ ചെറുത് പറഞ്ഞാൽ സൂര്യനേക്കാൾ പല മടങ്ങ് വലുത്. അത് മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ഏറെക്കുറെ 100 ബില്യൺ ഗാലക്സികളിൽ ഒന്ന് മാത്രമാണ്. അപ്പം ഇതിനെ എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റെല്ലാ ഗാലക്സികളിലും ഇത്തരം ബ്ലാക്ക് ഹോളുകൾ ഇത്രയധികം കോമൺ ആണ് എന്ന് വേണം വിചാരിക്കാൻ. അത് മാത്രമല്ല, ഈച്ച് ഗാലക്സി ഹോസ്റ്റ് എ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ. മിക്കവാറും നമുക്കറിയാവുന്ന എല്ലാ ഗാലക്സികളുടെയും നടുക്ക് സൂര്യനേക്കാൾ ദശലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ മടങ്ങ് ഭാരമുള്ള ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾ വയ്ക്കുന്നുണ്ട്. ആൻഡ് സംഹൗ they affect the evolution of galaxies over cosmic time. നമുക്കറിയാം, നമുക്ക് കോസ്മോളജി പറയുന്നത് നമ്മുടെ ഗാലക്സീസ് എല്ലാം കൂടുതൽ ഭാരമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്, പരസ്പരം മേർജ് ചെയ്തുകൊണ്ട് ഓവർ ദ ടൈംസ് ഓഫ് ബില്യൺസ് ഓഫ് ഇയേഴ്സ്. Somehow these black holes at the center of their galaxies also playing a major role in this. നമുക്ക് അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോഴും അറിയില്ല. So the summary is that the universe is littered with black holes. യൂണിവേഴ്സിലെ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കോമൺ പ്ലേസ് ഫിനോമിന. പതുക്കെ astronomical observations are starting to probe the real nature of black holes. At the same time, ഇപ്പോൾ ഇതിനകത്ത് ബ്ലാക്ക് ഹോളെ പറ്റി നമുക്ക് എല്ലാം അറിയാം എന്നാണോ? ഇപ്പോഴും ബ്ലാക്ക് ഹോളുകൾ വളരെ സൈദ്ധാന്തിക ഭൗതിക ശാസ്ത്രജ്ഞർക്ക് വളരെ കീറാമുട്ടികളായ പല ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കി വയ്ക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് സിംഗുലാരിറ്റികൾ ആക്ച്വലി വർക്ക് ചെയ്യുന്നത്, how to describe singularities in the physics of singularities. ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് the answer has to lie in a quantum theory of gravity. നമുക്കറിയാം ഫിസിക്സിന്റെ 2 പില്ലറുകളാണ് ക്വാണ്ടം ഫിസിക്സും ഐൻസ്റ്റൈൻ്റെ ജനറൽ റിലേറ്റിവിറ്റി. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്യാനുള്ള ഒരു വഴി ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ അത് വലിയൊരു ആക്റ്റീവ് ഏരിയ ഓഫ് റിസർച്ച് ആണ്. അപ്പൊ അതിലായിരിക്കും ഒരു പക്ഷേ ഇതിന്റെ ഉത്തരം എന്നാണ് ഭൂരിഭാഗം ആളുകൾ വിചാരിക്കുന്നത്. പക്ഷെ ഇപ്പോ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു തിയറിറ്റിക്കൽ റിസർച്ചും എക്സ്പെരിമെന്റൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻ റിസർച്ചും അതുപോലെ സൂപ്പർ കമ്പ്യൂട്ടറിലുള്ള ന്യൂമറിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം they are all going hand in hand in the study of black holes. So this is an exciting time for the study of black holes, and I hope that we will know more in the near future.